കേരളീയ മുസ്ലിം സമൂഹം അനുഗ്രഹീതരാണ്. മറ്റ് നാടുകളിലേക്ക് ചെല്ലുമ്പോൾ കേരളത്തിന് പുറത്തുള്ള ദേശീയ തലത്തിലായാലും അന്തർദേശീയ തലത്തിലായാലും കേരളീയ മുസ്ലിമീങ്ങൾക്ക് വലിയ സന്തോഷം തോന്നുന്ന ഒരു രംഗമാണ് മതപഠനത്തിന് ധാരാളം സംവിധാനങ്ങൾ കിട്ടുന്നു എന്നത്. ഇതിന്റെ പ്രധാന ഉറവിടങ്ങൾ ഒന്ന് മദ്രസയും മറ്റൊന്ന് ദർസി സംവിധാനങ്ങളാണ്. ദർസി സംവിധാനങ്ങളുടെ പരിണാമമാണ് ഇപ്പോൾ നാം കാണുന്ന സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഈ സ്ഥാപനങ്ങളിലൂടെ ധാരാളം പണ്ഡിതന്മാർ പുറത്തേക്കിറങ്ങുകയും അവർ വ്യത്യസ്തമായ കർമ്മമണ്ഡലങ്ങളിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത് വളരെയേറെ ശ്ലാഘനീയമാണ് എന്നിരിക്കെ തന്നെ നാം ദഅവത്തിന്റെ ലോകത്ത്, പ്രബോധന ലോകത്ത് ഇനിയും പുനരാലോചനകളും പുതിയ ചുവടുകളും ആവശ്യമുണ്ട് എന്ന് സ്ഥാപനങ്ങളുടെ അന്തർധാരകൾ പഠനത്തിന് വിധേയമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിവുറ്റവരും നല്ല പ്രതിഭകളും പുറത്തിറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ പേഴ്സൻറ്റേജ് വിലയിരുത്തേണ്ട ഒരു സമയമാണെന്ന് തോന്നുന്നു. കാരണം രണ്ട് വിദ്യാഭ്യാസവും ചെയ്യുന്നവരും വ്യത്യസ്ത പ്രതിഭാത്വങ്ങളുള്ളവരും നമ്മുടെ കർമ്മമണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ ബിരുദധാരികളായി നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നവർക്ക് ഒരു നാടിനെ നയിക്കാനുള്ള ശേഷിയുള്ളവർ എത്ര ശതമാനമുണ്ട്, ഒരു സ്ഥാപനത്തെ നിർമ്മാണാത്മകമായി ഇടപെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശേഷിയുള്ളവർ എത്ര പേരുണ്ട് എന്നൊക്കെ വിലയിരുത്തുന്ന സമയത്ത് ഇനിയും എണ്ണം കൂടേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഇന്ന് കേരളത്തിലെ മഹല്ലുകളിലേക്ക് കടന്നു വന്നാൽ മഹല്ലുകളിൽ സേവനം ചെയ്യുന്ന ഖത്തീബുമാർ, അതുപോലെ ഒരു സ്ഥാപനം നയിക്കുന്ന മുദരിസുമാർ, പ്രിൻസിപ്പാൾമാർ, അതുപോലെ വ്യത്യസ്തമായ ദഅവ സംഘങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ലീഡേഴ്സ്, ഇവരുടെയൊക്കെ വിഷയമെടുത്ത് പഠിച്ചു നോക്കിയാൽ ഇനിയും കുറെ മാറ്റങ്ങൾ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാകുന്നത് കാണാം. ഇവിടെ മതപഠന സമയത്ത് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ ആരംഭിക്കേണ്ട മാറ്റങ്ങളാണ് ആവശ്യം. മതപഠനം നടക്കുന്ന സമയത്ത് ഒരു മതവിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പലപ്പോഴും പ്രവേശനം നൽകുന്നത് എത്ര പേർക്ക്, അവരിൽ ഓരോ വർഷവും കൊഴിഞ്ഞു പോകുന്നത് എത്ര ശതമാനമാണ്? ഇത് നാം പുനരാലോചനക്ക് ആവശ്യമുള്ള ഒരു സമയമാണിത്. എന്തുകൊണ്ടെന്നാൽ നാം പലപ്പോഴും സെലക്ട് ചെയ്യുന്നത്, അഡ്മിഷൻ നൽകുന്നത് വളരെ നല്ല രീതിയിലുള്ള സ്ക്രീനിങ്ങിലൂടെയാണ്. എല്ലാ സ്ക്രീനിങ്ങും അതിനൂതനമായ സംവിധാനങ്ങളിലൂടെ അവരെ പരിശോധിച്ച് എൻട്രൻസ് നൽകിയിട്ട് പോലും വലിയ ഒരു ബൾക്ക് എമൗണ്ടിൽ നിന്നാണ് 20-30 പേരെ ഒരു ബാച്ചിലേക്ക് ഒരു സ്ഥാപനം അഡ്മിഷൻ നൽകി പഠനം ആരംഭിക്കുന്നത്. ആ പഠനം ആരംഭിക്കുന്നതിൽ നിന്ന് എന്തുകൊണ്ടാണ് ഒരു വർഷം തികയുമ്പോൾ ഇത്രയും വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നത് എന്ന് പഠനവിധേയമാക്കണം. അതിൻ്റെ കാരണം പറയുക എന്നത് കേവലം ഒരു പരിഹാരമല്ലല്ലോ. കാരണം മനസ്സിലാക്കുന്നതോടൊപ്പം പരിഹാരത്തിലേക്ക് കൂടെ കടക്കേണ്ടതുണ്ട്. ഹാപ്പി സോണിൻ്റെ ഒരു 8 വർഷത്തെ പുതിയ ചുവടുകളും അതിനു മുമ്പുള്ള ചുരുങ്ങിയത് ഒരു 12 വർഷത്തെ അനുഭവ പാഠങ്ങളും, ഇത് രണ്ടും ചേർത്തി മനസ്സിലാക്കുമ്പോൾ ഒരു 20 വർഷത്തെയെങ്കിലും പഠന കാലയളവിനിടയിൽ നാം കാണുന്ന ഒരു യാഥാർത്ഥ്യം, ഈ ഒഴിഞ്ഞു പോകുന്നതിൽ 99.99% അവരൊഴിഞ്ഞു പോകേണ്ടവരല്ല. പഠന സംവിധാനങ്ങളിൽ സാരമായ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റിയാൽ തീർച്ചയായും നമുക്ക് ഈ ഒരു പഠന പ്രക്രിയയിൽ നിന്ന് പുറത്തു വരുന്ന പ്രൊഡക്റ്റുകൾ, പണ്ഡിതന്മാർ അവരെ ഇനിയും കൂടുതൽ മൂല്യമുള്ളവരാക്കാനും സമൂഹ സൃഷ്ടിപ്പിന്റെ വലിയ ഒരു ഭാഗം തന്നെ നിർവഹിക്കുന്നവരാക്കാനും നമുക്ക് കഴിയും. എന്ന് പറഞ്ഞാൽ പഠനരംഗത്തേക്ക് കടന്നു വരുമ്പോൾ നേരിടുന്ന പ്രശ്നമാണ് പഠനത്തിലുള്ള പിന്നോക്കം. ചില വിദ്യാർത്ഥികളിൽ കാണാൻ കഴിയും, അവർ അക്കാദമിക് പഠനത്തിൽ മുന്തിയ നിലവാരം പുലർത്തുന്നു. അവർ തനിച്ചിരുന്ന് ഒറ്റക്ക് പഠിച്ച് +1, +2 ഡിഗ്രി ഒക്കെ പഠിച്ച് പാസ്സാകുന്നു. അതേസമയം ആ വിദ്യാർത്ഥിക്ക് കിതാബുകളിലെ പഠനം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനായി ആ വിദ്യാർത്ഥി മാറുന്നു. മറുവശത്തും കാണാം, ചില വിദ്യാർത്ഥികൾ മതപഠനത്തിൽ വളരെ ഗംഭീരമായി മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ഭൗതിക പഠനം തീരെ അസാധ്യമാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴും നമ്മുടെ അനുഭവ പഠനങ്ങൾ മുന്നിൽ വെക്കുന്ന സമയത്ത് മനസ്സിലാകുന്നത് ഇവിടെ പരിഹാരങ്ങളുണ്ട്. ഈ വിദ്യാർത്ഥികളിൽ നമ്മൾ പഠിച്ച സമയത്ത് ഒരു 99% വിദ്യാർത്ഥികൾക്കും പരിഹാരമുണ്ട്. പരിഹാരങ്ങൾ വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തമായത് പ്രായോഗിക പരിഹാരങ്ങളിലൂടെ പോകണമെന്ന് മാത്രം. അതിനാവശ്യമായത് സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എലമെന്റ്സിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. സാധാരണഗതിയിൽ ഗ്ലോബലി വളരെ വാല്യൂ ഉള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ
ഒരു സ്ഥാപനത്തിനുണ്ടാകേണ്ട പ്രധാന ഘടകമാണ് ഈ സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന എലമെന്റ്. ആ എലമെന്റ് അതിൻ്റെതായ ഒഫീഷ്യൽ സ്വഭാവത്തോടെ രൂപകൽപ്പന ചെയ്യാനും മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് പറ്റിയാൽ തീർച്ചയായും ഈ വലിയ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്ന് മാത്രമല്ല, പഠന കാലയളവ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കാണാം. ഒരു വിദ്യാലയം എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും ശാന്തത അനുഭവപ്പെടുന്ന, ഏറ്റവും ട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇടമാണ്. ആ ഇടം നമുക്ക് അനുഭവിക്കാനും ബോധ്യപ്പെടാനും കഴിയും. ഒരു വിദ്യാർത്ഥി കലാലയത്തിലേക്ക് വരുന്ന സമയത്ത് ആ കലാലയം കൃത്യമാണ് എന്ന് മനസ്സിലാക്കാൻ ആവശ്യമാകുന്ന ഒരു അലാമത്താണ്, ഒരു സിംറ്റമാണ് ആ വിദ്യാർത്ഥിക്ക് വീട്ടിലേക്ക് ലീവിന് പോകുന്ന സമയത്ത് ഏത് ആറ്റിറ്റ്യൂഡാണോ ഉള്ളത്, ഏത് മനോഭാവമാണോ ഉള്ളത്, ഏത് മാനസികാവസ്ഥയാണോ ഉള്ളത്, അതേ മാനസികാവസ്ഥ വിദ്യാർത്ഥിക്ക് വീട്ടിൽ നിന്ന് ലീവ് കഴിഞ്ഞ് സ്ഥാപനത്തിലേക്ക് ഇറങ്ങുമ്പോഴും അനുഭവപ്പെടണം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ലീവാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ദിവസം ഉച്ചവരെയുള്ള കുട്ടിയുടെ മനോഭാവം പരിശോധിച്ചു നോക്കൂ. ആ കുട്ടിയുടെ ഒരുക്കങ്ങളുടെ വ്യഗ്രതയും വേഗതയും പരിശോധിച്ചു നോക്കൂ. ശ്രദ്ധേയമാണത്, എടുത്തു പറയത്തക്കതാണ്. എങ്കിൽ ഒരു ലീവ് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് സ്ഥാപനത്തിലേക്ക് പോകുന്ന ദിവസം ഈ മനോഭാവം ഉണ്ടാകേണ്ടത് അനിവാര്യതയല്ലേ? അങ്ങനെ ഉണ്ടാകാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അധ്യാപന പരിശീലന പ്രോഗ്രാമുകളിൽ വെച്ച് വളരെ ബഹുമാന്യരായ ദീർഘകാല അനുഭവജ്ഞാനമുള്ളവർ പോലും അത് അസാധ്യമാണെന്ന് പറയുന്നത് കാണാറുണ്ട്. പക്ഷേ പരിശീലന കാലയളവിന്റെ പ്രധാന ഭാഗം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരെല്ലാവരും സമ്മതിക്കുന്നതാണ്, ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ട്, അനുഭവങ്ങൾ മാറിയിട്ടുണ്ട്. അത് മാറുമ്പോഴേക്ക് പഠനങ്ങളിലും അവരുടെ മൂല്യങ്ങളിലും അവർ അടിമുടി അവരുടെ എല്ലാ അജിസയിലും അവർ മാറ്റം വരുത്തുന്നു എന്നത് അനുഭവമാണ്. ഒരു കാര്യം കൂടി ചേർത്ത് പറയേണ്ടത്, കുട്ടികളുടെ ആരാധനകളിൽ, അതുപോലെ സ്വഭാവ മൂല്യങ്ങളിൽ, പെരുമാറ്റ രീതിയിൽ, വീട്ടിൽ ചെന്നാൽ കുടുംബത്തോടും സമൂഹത്തോടുമുള്ള പെരുമാറ്റങ്ങളിൽ, ഇതിലെല്ലാം ചില മാറ്റങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റം ഉണ്ടാകുന്ന വിദ്യാർത്ഥികളുടെ ശതമാനം എത്രയെന്ന് പഠിക്കുമ്പോൾ പലപ്പോഴും ക്രിയാത്മകമായ മനസ്സുള്ളവരുടെ മുഖം ചുളിയാറുണ്ട്, പ്രയാസം അനുഭവപ്പെടാറുണ്ട്. ഇവിടെ ഇതിനും പരിഹാരമുണ്ട്. നമ്മുടെ അധ്യാപന സംവിധാനത്തിൽ ഈ നിലവാരമുള്ള പരിശീലന പ്രക്രിയകൾ ഉപയോഗിക്കപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഇതിനെല്ലാം പരിഹാരമുണ്ട്. IDR, സ്റ്റാർ സിസ്റ്റം, അതുപോലെ ക്വാളിറ്റി ടൈം അപ്ലയിങ്, 2 ടൈപ്പ് അപ്ലയിങ്, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ ടൂളുകൾ ഉപയോഗിക്കുന്ന സമയത്ത് കുട്ടികളുടെ പഠന രീതിയെ നമുക്ക് എല്ലാ വശങ്ങളിലും ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. ഒരു വിദ്യാർത്ഥി നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ നാം നടത്തിയ സ്ക്രീനിങ്ങിന്റെ ഭാഗമായുള്ള സ്റ്റാറ്റസ് എന്താണ് എന്നും ഓരോ മാസത്തെയും ഓരോ വർഷത്തിലെയും ഇംപ്രൂവ്മെന്റ് എന്താണ് എന്നും നമുക്ക് ഡോക്യുമെന്റഡ് ലെവലിൽ എടുത്തു കാണിക്കാൻ പറ്റുന്നതാണ്. ഇത്തരം വസ്തുതകൾ അനുഭവങ്ങളിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു പരിശീലന പ്രോഗ്രാം കൂടിയാണ് മുദരിസുമാർക്ക് വേണ്ടി ഹാപ്പി സോൺ ഒരുക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാം. ഇതിൽ നിന്ന് ഒന്നുകൂടി വിപുലമായി മറ്റു ചില ട്രെയിനിങ് പ്രോഗ്രാമുകളുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും സ്വാധീനിക്കുന്ന രീതിയിൽ നാം പഠിച്ച മൂല്യങ്ങളെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ സഹായിക്കുന്ന പരിശീലന പ്രക്രിയകളുണ്ട്. അത് വിശദീകരിക്കുന്നത് നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിൽ തന്നെ അതിന്റെ വീഡിയോകൾ, അതിന്റെ ഓറിയന്റേഷനുകൾ കാണാം. അത് ഉപയോഗപ്പെടുത്തിയാൽ അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കാനും അതിലേക്ക് കൂടി കടന്നു വരാനും കഴിയും. ചെറിയ ഒരു കാലയളവിനുള്ളിൽ തന്നെ പ്രായോഗിക പരിശീലനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് ലക്ഷ്യം നേടാൻ സഹായിക്കുന്നതാണ് ഹാപ്പി സോൺ ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാം. മുദരിസുമാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് പ്രധാനമായും ഈ ചടങ്ങ്. ബഹുമാന്യരായ എല്ലാ പണ്ഡിതന്മാരെയും ഈ ഒരു സേവനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഹാപ്പി സോണിന് വേണ്ടി. ഹാപ്പി ഫ്രം ഹാപ്പി സോൺ.